ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്നലെയാണ് വന്നിട്ടുള്ളത് ഒരു ഒരു മാരക പെർഫ്യൂമായിട്ടാണ്. YSL കുറോസ്. ഓക്കെ, ഇപ്പോൾ ഈ ബോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും, ഇതിന് മെറ്റാലിക് ഷോൾഡറും മെറ്റാലിക് ബേസും ഉണ്ട്. അപ്പോൾ കുറോസ് അറിയുന്ന ആളുകൾക്ക് അറിയാം, 2011 ശേഷം അവരുടെ ബാച്ചിൽ ഒരു മേജർ റീഫോർമുലേഷന് ശേഷം ബോട്ടിലിൽ ഈ രണ്ട് സാധനങ്ങളും ഇല്ല. അപ്പോൾ അതിനർത്ഥം ഇത് 2011 മുന്നേ ഉള്ള ഇന്റത് 7K എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് കോഡിൽ 2007 ഗുച്ചി PPR എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്ലോമറേറ്റ് രണ്ടും അവരുടെ കീഴിൽ YSL എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രതാപകാലത്ത്, കുറോസിൻ്റെ ഏറ്റവും പ്രതാപകാലത്ത് ഇറങ്ങിയിട്ടുള്ള ബോംബ് ഇപ്പോൾ YSL ലോറിയൽ ഗ്രൂപ്പിൻ്റെ കീഴിലാണുള്ളത്. അങ്ങനെ അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് റീഫോർമുലേഷനൊക്കെ മുന്നേ ഉള്ള ലോകത്തിലെ ഐക്യകണ്ഠേനെ സകല റിവ്യൂവേഴ്സും സകല പെർഫ്യൂം കളക്ടേഴ്സും സീനിയർ കളക്ടേഴ്സും എന്തൂസിയാസ്റ്റൊക്കെ ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളത് വിൻറ്റേജ് കുറോസിൻ്റെ പ്രൊജക്ഷനും എല്ലാം ഇന്ന് ലോകത്തൊരു പെർഫ്യൂം ഇല്ല എന്നുള്ള വിഷയം. അത്ര ഭീമമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂം. ഓക്കെ, ഇതൊരു EDT കോൺസെൻട്രേഷൻ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും എക്സ്ട്രേഡ് പെർഫ്യൂമിൻ്റെക്കാൾ കൂടുതലാണ് ഇതിൻ്റെത്. ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ പിയർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതുല്യ കലാകാരൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടിയാണ് ഈ പെർഫ്യൂം. ഓക്കെ, ഫ്രഞ്ച് പെർഫ്യൂമറിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ ആർട്ടിസ്റ്ററിയുടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, ഒരു ക്രിയേഷൻ തന്നെയാണ് YSL കുറോസ്. ഇത് ലോഞ്ച് ആയിട്ടുള്ളത് 1981 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേക്ക് 43 കൊല്ലം ഈ സാധനം ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടില്ല. ഇന്നും ഈ ലോകത്തിൽ ഇതിനുള്ള പ്രചാരം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇതിനെ എന്താ പറയുക വെച്ചാൽ ആളുകൾ ഇതിൻ്റെ ഇരട്ടപ്പേര് സെൻഡ് ഓഫ് ദി ഗോഡ്സ്, ലോർഡ് കുറോസ്, കിങ് കുറോസ് എന്നാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂം കഴിഞ്ഞിട്ടേ വേറൊരു പെർഫ്യൂമുള്ളൂ. ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്, ഇതാണ് ഈ പെർഫ്യൂമിൻ്റെ കിടപ്പ്. ഓക്കെ, ഈ പെർഫ്യൂം അടിച്ചിട്ട് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കണോ, ഒരു നിമിഷം നിശബ്ദമായിട്ട് നിന്നിട്ട് ആരാണോ പോണത് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഒരൊറ്റ എന്ത് സംസാരം അവർ സംസാരിക്കട്ടെ, നമ്മളാ വഴിക്കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ടേ അവർ പോവുള്ളൂ. ചില നോട്ടം ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കണോ, കുറോസ് വേണം. അവിടെ എന്ത് പെർഫ്യൂം അടിച്ചാലും നിങ്ങളാ വഴിക്കൂടെ പാസ് ചെയ്യണ്ടോ, എന്ത് പരിപാടിയാണ് അവർ ചെയ്തോട്ടെ, അവരൊന്ന് നിശബ്ദമായിട്ട് ഒന്ന് നിങ്ങൾ നോക്കിപ്പോവും. ഏതടാ ആ മനുഷ്യൻ, അമ്മാതിരി പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂം. ഇത് 4, 5, 6, 7 അടിയൊക്കെ അടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് ഒഴികെ ബാക്കി എല്ലായിടത്തേക്കും പോകാൻ നമുക്ക് മനുഷ്യന്മാരുടെ ഒക്കെ ഒഴികെ ബാക്കി എല്ലായിടത്തേക്കും പോവാം. പക്ഷെ കാവ്യാത്മകമായിട്ട് തമാശ പറഞ്ഞാണ്, കണക്ക് കൂട്ടണ്ടെങ്കിൽ അങ്ങോട്ട് അടിക്കാം. ഈ പെർഫ്യൂം ഉണ്ടല്ലോ, ഈ പെർഫ്യൂമിൽ ഒന്നും ഡോമിനൻ്റ് ആയിട്ടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഒരു ആർട്ട് വർക്കാണിത്. ഇതിൻ്റെ നോട്ട്സ് ബ്രേക്ക് ഡൗണിൽ ഞാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസിൽ ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കതിൽ അവർ കാണിക്കേണ്ട. അതിൽ കണ്ടമാനോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമിൽ ഒരെണ്ണമാണിത്. അതായത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് പഴയ ബാച്ചാണല്ലോ, മറ്റേ യൂറോപ്യൻ യൂണിയൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മുന്നുള്ള ബാച്ച് ആയതിൻ്റെ പേരിൽ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഒന്നും സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. അപ്പോൾ അതിന് ശേഷം ഈ മറ്റേ റീഫോർമുലേഷൻ ഗൈഡ് ലൈൻസ് ഒക്കെ വന്ന ശേഷം എന്താക്കി, ആംബർ ഗ്രീസ്, തിമ്മികൾ, ഛർദിയൊക്കെ ഇപ്പോൾ സിന്തറ്റിക് ആയിട്ടാണ് വലിയ പെർഫ്യൂംസിലും നീഷ് പെർഫ്യൂംസിലൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അതൊക്കെ ബാനാക്കി. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല. ഇതിലുള്ള സാധനങ്ങളൊക്കെ പക്ക ഒറിജിനൽ സാധനം. അതും നമുക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്നിഫ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാസ്മിൻ കിട്ടും, അടുത്ത സ്നിഫ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻസെൻസ് കിട്ടും. പിന്നെ പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് സ്നിഫാക്കിയത് അത് നമുക്ക് കിട്ടും. ഇവരിത് ഈ പെർഫ്യൂമർ ഇതെങ്ങനെയാണ് ഇത് കറക്റ്റ് ബാലൻസ് ആക്കിയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ പെർഫ്യൂം തീരെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരുന്നു. ഇത് നമ്മൾ ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്, ഞാൻ അതിൽ ലവ് ഇറ്റിൻ്റെ കൂട്ടത്തിലാണ്. ഞാൻ അത് ഒരു 2-3 അടി അടിച്ച് കഴിഞ്ഞാൽ വീട്ടിന് ബാക്കിലുള്ള ആളുകൾ ചോദിക്കും എന്നടാ പണി വെച്ചിരിക്കണം. അമ്മാതിരി പ്രൊജക്ഷനാണിത്. ആർട്ട് വർക്ക് തന്നെയാണ് കുറോസ്. ഇതറിയുന്ന ആളുകൾക്ക് ഇതറിയാം ഈ പെർഫ്യൂം എന്താണെന്നുള്ളത്.
ഇത്രത്തോളം ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് വൈബിൾ കറക്റ്റ് ആളുകൾക്ക് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫ്യൂമൊക്കെ തന്നിട്ടുള്ള റിവ്യൂസ് കോംപ്ലിമെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ, അതൊക്കെ ഔട്ട് ഓഫ് ദി വേൾഡാണ്. അത് കുറച്ച് ഫാൻറ്റസി എലമെൻ്റ് ഉള്ള, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനങ്ങളിൽ അത് പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ നോട്ട്സ് കുറച്ചധികം ഉണ്ട്. ടോപ്പ് നോട്ടിൽ ആൽഡിഹൈഡസ്, കൊറിയാണ്ടർ, ക്ലാരിസേജ്, ആർട്ട്മിസിയ, ബെർഗമോട്ട്. മിഡിൽ നോട്ടിൽ പച്ചോളി, കാർനേഷ്യൻ, ജെറാനിയം, വെട്ടിവർ, സിനമൺ, ജാസ്മിൻ, ഓറിസ് റൂട്ട്, ലാവൻഡർ. ബേസ് നോട്ടിൽ സിവെറ്റ്, ഹണി, ലെതർ, മസ്ക്, ഓക്മോസ്, ആംബർ, ടോങ്കബീൻ, വനില. ഓക്കെ, ഇത്രയും കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് EDT ആണെങ്കിൽ കൂടി ഇതിൻ്റെ പ്രൊജക്ഷനും ഇതിൻ്റെ ലാസ്റ്റിങ്ങും ഒക്കെ മാരകവും തീവ്രമായിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ ഇതിന്ന് എന്ത് വൈബാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ജാസ്മിൻ, ഒന്നും ഡോമിനൻ്റ് അല്ല കേട്ടോ, നമുക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. എല്ലാം കൂടിയിട്ടൊരു മിശ്രിതം. ഓക്കെ, ഇൻസെൻസ് ഉണ്ട്, കുറച്ച് അനിമാലിക് നോട്ട് വരുന്നുണ്ട്. അതായത് സ്കാങ്കി ആയിട്ടുള്ള അനിമാലിക് നോട്ടാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അനിമാലിക് നോട്ടാണ്. ഇതിനെ ചില റിവ്യൂസൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് അവർ ആ നെഗറ്റീവിൽ ഇതിൽ പിക്ക് ചെയ്തിട്ടുള്ളത് ആളുകളൊക്കെ. ചില യൂട്യൂബേഴ്സൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ അവർ അടിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്നിഫിൽ തന്നെ മുഖമൊക്കെ ഒന്ന് ചുളിച്ചിട്ട് അതിനെ കാണിക്കുക. എനിക്കറിയില്ല എന്താണ് ഈ പെർഫ്യൂമിനൊരു കുഴപ്പമെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ഈ പെർഫ്യൂം ഒരു ഭംഗി ഒളിപ്പിച്ചിട്ടുള്ള ഒരു ഡെപ്തായിട്ടുള്ള, ഒരു ഡെൻസായിട്ടുള്ള, ഒരു ഡെപ്തുള്ള ഒരു പെർഫ്യൂമാണിത്. ഇത് ഒരു കലാസൃഷ്ടിയാണ്. അങ്ങനെ അതിന് ബഹുമാനിക്കണം ഈ പെർഫ്യൂമിനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരും, ജാസ്മിൻ്റെ വൈബ് വരും. കുറച്ചൊന്നും കൂടി ആദ്യത്തെ നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മസ്ക് വരുന്നുണ്ട്. മസ്ക് ഇങ്ങനെ ഇടയിൽ കൂടെ അങ്ങനെ കളിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ സിവെറ്റിൻ്റെ നോട്ട് അത് ആദ്യത്തെ അടിയിൽ കിട്ടില്ല, കുറച്ചും കൂടി ഇങ്ങനെ നമ്മളൊരു 1/2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു അനിമാലിക്കിൻ്റെ ബേസായിട്ടൊരു എന്തൊക്കെയോ നമ്മളെ തട്ടി തടവിട്ട് ഇങ്ങനെ പോവും. പിന്നെ ജാസ്മിൻ, സിനമൺ, ആ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം, എന്താ മലയാള പേര് ഞാൻ മറന്നു, അത് കറുകപ്പട്ടെ എന്താ സാധനമാണത്, അത് വരും, അതിൻ്റെ സ്മെല്ല് വരും. ആംബർ, നല്ല ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ഇതിൽ. സ്വീറ്റ്നെസ് വേണ്ടവർക്ക് സ്വീറ്റ്നെസ്, ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക്നെസ്, പ്ലസൻറ്റ് വേണ്ടവർക്ക് പ്ലസൻറ്റ്. നമ്മൾ ഏത് ഒക്കേഷനാണ് അടിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇത് പെരുമാറിക്കോളും. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് ഒരൊറ്റ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മരണവീട്ടിലൊക്കെ പോകും. ഡാർക്ക് ഉദാഹരണം പറയുകയാണ്, കാരണം അവിടെ നമുക്ക് മൗനാചരണമാണ് വേണ്ടത്. എല്ലാവരും സൈലൻസ് ആംബിയൻസിൽ ഇതൊറ്റ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ആളുകൾ സൈലൻസോടെ ശ്രദ്ധിക്കും. അതായത് നമ്മൾ അവിടെ പ്രസൻസ് അറിയുകയും ചെയ്യും, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാക്കില്ല. ഒറ്റ സ്പ്രേ ടൈൽ കൂടുതൽ പാടില്ല. 4-5 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ കല്യാണങ്ങൾക്ക് അവിടെ അങ്ങനത്തെ ആളുകളുടെ ഇടയിൽ അങ്ങനെ അടിക്കണം. വർക്കിനും ഓഫീസിലേക്ക് അടിക്കുക അതേപോലെ ഒറ്റ സ്പ്രേ വേണ്ടുള്ളൂ. അങ്ങനെ മസ്കിൻ്റെ ഇത് ഒക്കെ പാടെ കൂടിയിട്ട് ഒരു മിശ്രിതമാണിത്. ഇൻസെൻസ് കിട്ടും, ഒരു 60% വൈറ്റ് ഫ്ലോറലായിട്ട് പോകുമ്പോൾ ഒരു 40% ഒപ്പം ഡാർക്കായിട്ട് വരും. ഇനി ഇത് ഏതൊക്കെ ഒക്കേഷനിൽ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ അടിക്കുക, പകലടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, രാത്രി അടിക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടില്ല. ഓൾ ഒക്കേഷൻ പെർഫ്യൂമാണ് കേട്ടോ. മഴയത്ത് അടിക്കുമ്പോൾ എന്തൊക്കെ ഒരു അങ്ങനെ വൈബ് തോന്നും. മഴയത്ത് നമ്മൾ കുറച്ചും കൂടി ഡാർക്കർ പെർഫ്യൂംസ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി എൻജോയബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് അത്ര ഡാർക്കല്ല, എന്നാൽ ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക്നെസ് ഉണ്ട്, അതാണ്. ഓക്കെ, അതാണ് ഈ പെർഫ്യൂം. ഹെവി പ്രൊജക്റ്റിംഗ് ആണ് ബോസ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധാ കോംപ്ലിമെൻറ്റ്. ഇത് ചില ആളുകളുടെ മൂക്കിൽ നമ്മൾ പെർഫ്യൂം അടിച്ചാലും അവർക്ക് പെർഫ്യൂമിൻ്റെ മണം കിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഈ പെർഫ്യൂം അടിച്ചിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏത് അടഞ്ഞ മൂക്കും തുറക്കും. അത് ഷുവർ തിങ് ആണത്. എൻ്റെ അടുത്ത് ഇതേപോലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ, ഓഫീസിൽ അങ്ങനെ ആളുകളുണ്ടാവില്ല, എന്തടിച്ചെന്നാലും ഒന്നും പറയില്ല. ഇത് നോർമൽ കാര്യം കേട്ടോ, ഇത് മറ്റേ ഫാൻറ്റസി എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അത് ഞാൻ ഇത് ശേഷം പറഞ്ഞുതരാം. അവൻ വന്നിട്ട് പറഞ്ഞു,
ഇതാ ഒരിക്കലും ഞാൻ ഏത് പെർഫ്യൂം അടിച്ചാലും, എത്ര വില കൂടി അടിച്ചാലും, എത്ര കമ്പം കൂടിയത് അടിച്ചാലും, എത്ര സ്ട്രോങ് ഉള്ളത് അടിച്ചാലും അവനൊന്നും മുണ്ടിയിട്ടില്ല. ഈ പെർഫ്യൂം അടിച്ചിട്ട് അവൻ്റെ അടുത്ത് ചെന്നപ്പം പറഞ്ഞു, നോ ഐ ആം ഫീലിംഗ് സംതിങ് സംവാട്ട്, ഡോണ്ട് അപ്ലൈ ദിസ് അഗെയിൻ. അവൻ്റെ മൂക്കിൽ അടിച്ച് കയറി സാധനം, അവൻ്റെ സിസ്റ്റത്തിൽ കയറി പറയുന്ന പോലെ. അങ്ങനെ ഇനി ഇതിനൊക്കെ കിട്ടിയിട്ടുള്ള കോംപ്ലിമെൻ്റ് എന്നല്ല, റിവ്യൂ. ഇത് ഒരു ദിവസം ഞാൻ രാവിലെ അടിച്ചു. 9.5 മണിക്കൂറിൻ്റെ ഷിഫ്റ്റിന് ശേഷം എന്താക്കി, ഞാൻ രാത്രി 12 മണിക്കൂർ റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു മലയാളികളുടെ റെസ്റ്റോറൻ്റാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വെയിറ്റർ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഏതാ പെർഫ്യൂം അടിച്ചിട്ടുള്ളത് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, സ്മെല്ല് വരുന്നുണ്ടോ ചോദിച്ചു. കാരണം എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ല, ഞാൻ നോസ് ബ്ലൈൻഡായി പോയി. ഈ വന്നപ്പോൾ തൊട്ട് ഇത് ഹെവി ആയിട്ട് പ്രൊജക്റ്റ് ആക്കുന്നുണ്ടെന്ന്. 9.5 മണിക്കൂറിന് ശേഷം ആ റെസ്റ്റോറൻറ്റിൽ, അത്രയും ഓപ്പൺ റെസ്റ്റോറൻ്റാണ് കേട്ടോ, അതായത് ക്ലോസ്ഡ് AC എൻകൗണ്ടർ, AC സിറ്റ് ഇതിലുള്ള റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. ആൾ വെയിറ്റർ ഒന്ന് ചോദിച്ചിൻ്റെ അടുത്ത് ഏതാണ് പെർഫ്യൂം ഏതാണെന്നുള്ളത്. പ്രൊജക്ഷൻ കാരണം ഈ വന്നപ്പോൾ തൊട്ടിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ ഉണ്ടായി. പിന്നെ ഞാനും ഈ വെയിറ്ററും ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സായി, മലയാളികളാണ്, ഫ്രണ്ട്സായി, കമ്പനിയായി. ആളുടെ ആദിൽ ഖാദിരിയുടെ ഷെനായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അതൊക്കെ സ്നിഫ് ചെയ്യാൻ പറ്റുക. ഞാൻ മുന്നേ സ്നിഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ സ്നിഫാക്കി. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഒരു ചേച്ചിയുണ്ട്. അവർക്ക് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഒറ്റ സ്പ്രേ അടിച്ചു കൊടുത്തു. അപ്പോൾ അവരെ ID കാർഡിൻ്റെ ടാഗമ്മായി. പിന്നെ ഒരാഴ്ച വർക്ക് ഫ്രം, ഞങ്ങൾക്ക് ലോക്കറൊക്കെ ഉണ്ട്, ലോക്കറിൻ്റെ ഉള്ളിൽ ID കാർഡൊക്കെ വെച്ചു. ഒരാഴ്ച വർക്ക് ഫ്രം ഹോമിന് ശേഷം, ഒരാഴ്ച വർക്ക് ഫ്രം ഹോമിന് ശേഷം വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച അവർ ആ ലോക്കർ തുറന്നപ്പോൾ ഗംഭീരമായിട്ട്, അതീവമായിട്ട്, ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യണ ഈ സ്മെല്ലങ്ങൾ പുറത്തേക്ക് വന്നു. അവരെൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞാൽ, ഈ അന്ന് അടിച്ച സാധനം ഉണ്ടല്ലോ, അതെന്ത് പെർഫ്യൂമൊന്നും മനസ്സിലായിട്ടില്ല, അത് എൻ്റെ ID കാർഡും അതാണ് ഫുള്ള് പറഞ്ഞു. ID കാർഡ് ഞങ്ങൾ എടുത്തതും ഈ ഒരു ഡിസ്റ്റൻസ്, ഇത്ര ലോങ് എന്നൊക്കെ സ്മെല്ല് കിട്ടിപ്പോയി. അതാണ് കുറോസ്, വിൻറ്റേജ് കുറോസ്. എവിടുന്നേലും ഒപ്പിക്കാൻ പറ്റുന്നവർ ഒപ്പിച്ചോളി. ഭയങ്കര റയർ പീസാണ്, കളക്ടേഴ്സ് ഐറ്റമാണ്. പുതിയ കുറോസിന് 2023 ബാച്ച് സെഫോറിൽ നിന്ന് സ്നിഫാക്കിയിട്ടുണ്ട്. അതും നല്ല പെർഫ്യൂമാണ്. പക്ഷെ അത് തിരക്ക്, ഞാനും ബിസി ആയിപ്പോയി, വല്ലാണ്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്മെല്ല് സെയിം വൈസ്, ഇത് വൈബ് ഏതാണ്ട് 90% സിമിലറാണ്. പക്ഷേ ഓപ്പണിങ് അത് ഇത്രയും കൂടി അവർ റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രം. ഇത് റിഫൈൻഡ് അല്ല എന്നല്ല, ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് പിക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ തന്നെ ഇത് സ്ട്രോങ്ങറാണ്. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതല്ലേ, ആളുകൾക്ക് നിങ്ങൾക്ക് നോട്ടീസ് ആവണോ ഈ പെർഫ്യൂം ബ്ലൈൻഡ് ബൈ അല്ല എന്ന് കഴിഞ്ഞാൽ കളക്ടേഴ്സ് പീസാണ്. അങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ കിടപ്പ്. ആർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. എങ്ങനെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കണ, പെർഫ്യൂം ഒരു കളക്ടേഴ്സായിട്ട് കീപ്പ് ചെയ്യണ ഏതൊരാൾക്കും ഈ പെർഫ്യൂം അവൻ്റെ കയ്യിൽ മസ്റ്റാണ്. ചില ആളുകൾക്ക് നമുക്ക് പെട്ടെന്നൊരു ദിവസം നമുക്ക് തോന്നുന്നത് നമ്മളെ നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറോസ് അടിച്ച് പോയാൽ മതി. അല്ല, ഇന്ന് നമുക്ക് നോട്ടീസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പെർഫ്യൂം അടിക്കാം. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ചില ആളുകൾക്ക് ചില മൂടാണല്ലോ. അപ്പോൾ ഇത് കയ്യിലൊരു അസറ്റ് എന്ന പോലെ കീപ്പ് ചെയ്യാൻ വെക്കുന്ന പെർഫ്യൂമാണ്. എപ്പോഴാണ് ഏത് നേരത്താണ് നമുക്ക് ആവശ്യം വരിക എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.